അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അധികാരത്തിലേറിയതിനു ശേഷം അടിച്ചും തിരിച്ചടി വാങ്ങിയും വാർത്തകളിൽ നിറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ പക്ഷേ സ്കോറിംഗിൽ മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ്. അമേരിക്കൻ ടെക് ഭീമനായ ഗൂഗിളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. അങ്ങനെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി പ്രഖ്യാപിച്ച അമേരിക്കയുടെ തീരുവ തന്ത്രത്തിൽ മുട്ടുമടക്കാൻ ചൈന തയ്യാറായില്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചൈന അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്താൻ ചൈനയും തീരുമാനിച്ചു. എന്നാൽ അവിടെ തീരുന്നതായിരുന്നില്ല ചൈനയുടെ പകരം വീട്ടൽ. അതിന്റെ ഭാഗമാണിപ്പോൾ ഗൂഗിളിനെതിരെ ചൈനയുടെ ആന്റി ട്രസ്റ്റ് റെഗുലേറ്റർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം. അവരുടെ വിശ്വാസവിരുദ്ധതയെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ SAMR എന്നറിയപ്പെടുന്ന ആന്റി ട്രസ്റ്റ് റെഗുലേറ്റർ അന്വേഷണത്തെക്കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ലെന്നാണ് ഗൂഗിൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയിൽ ഗൂഗിളിന്റെ സാന്നിധ്യം പരിമിതമാണ്. ആഭ്യന്തര എതിരാളികൾക്കുള്ള സർക്കാർ പിന്തുണ, സൈബർ സുരക്ഷാ ആശങ്കകൾ, ചൈനീസ് ഉള്ളടക്ക മോഡറേഷൻ ആവശ്യകതകൾ നാവിഗേറ്റ് ചെയ്യുന്നതിലെ വെല്ലുവിളികൾ എന്നിവ ചൈനയിൽ ഗൂഗിളിന്റെ വിപുലീകരണ ശ്രമങ്ങൾക്ക് തടസ്സമായി. അതേസമയം സ്വന്തം രാജ്യത്തുൾപ്പെടെ ആഗോളതലത്തിൽ തന്നെ നിരവധി റെഗുലേറ്ററി സൂക്ഷ്മ പരിശോധനകൾക്ക് ഗൂഗിൾ വിധേയമായിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ സെർച്ച് എഞ്ചിനിലേക്കുള്ള മത്സരം തടയുന്നതിനായി ഗൂഗിൾ തങ്ങളുടെ ആധിപത്യം ചൂഷണം ചെയ്യുന്ന ഒരു കുത്തകയാണെന്ന് അമേരിക്കൻ ഫെഡറൽ കോടതി വിധിക്കുകയും ചെയ്തിരുന്നു. US-ലേക്കുള്ള അനധികൃത മയക്കുമരുന്നുകളുടെ ഒഴുക്ക് തടയുന്നതിൽ ചൈനയുടെ പരാജയത്തെപ്പറ്റി ഡൊണാൾഡ് ട്രംപ് ഈ അടുത്തിടെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US അധിക തീരുവ ഏർപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ US ആവശ്യപ്പെട്ട എല്ലാ നടപടികളും തങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നെന്നുമായിരുന്നു ചൈന നൽകിയ മറുപടി. അമേരിക്കയുടെ വ്യാപാര ഉപരോധം പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ ഹൈഡ്രോ കാർബണുകൾ, കാർഷിക യന്ത്രങ്ങൾ, ചിലതരം വാഹനങ്ങൾ എന്നിവയ്ക്ക് തീരുവ ചുമത്തി ചൈനയും പ്രതികരിച്ചു. ലോക വ്യാപാര സംഘടനയിൽ അവർ ഔദ്യോഗിക പരാതിയും നൽകിയിരുന്നു. അതിനു പുറമെയാണിപ്പോൾ ഗൂഗിളിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം. US-ന്റെ ഏകപക്ഷീയമായ തീരുവ വർധന ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളുടെ ലംഘനമാണെന്നും ചൈനയും US-ഉം തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര സഹകരണത്തെ തകർക്കുന്ന കാര്യമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള വിപണിയിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അതിനിടയിൽ അനധികൃത കുടിയേറ്റം, മയക്കുമരുന്ന് കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടികളുടെ പാക്കേജിന്റെ ഭാഗമായി മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്കും അമേരിക്ക 10% അധിക തീരുവ ചുമത്തിയിരുന്നു. എന്നാൽ പിന്നീട് മെക്സിക്കോയ്ക്ക് മുകളിലുള്ള തീരുവ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. അധികാരത്തിലെത്തിയ ശേഷം മുന്നിൽ കാണുന്ന രാജ്യങ്ങൾക്കുമേലെല്ലാം വ്യാപാര ഉപരോധം ഏർപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. കൂടാതെ ബ്രിക്സ് കൂട്ടായ്മ ഡോളറിന് പകരം പൊതു കറൻസിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതിനു ശേഷം അവർക്കെതിരെയും ട്രംപ് ഭീഷണികൾ മുഴക്കുന്നുണ്ട്.